ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ദളപതി വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം വ്യക്തമാക്കിക്കൊണ്ട് തമിഴക വെട്രി കഴകമെന്ന രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചത്. ഇതിനു പിന്നാലെ താനിപ്പോൾ കമ്മിറ്റ് ചെയ്യുന്ന പടങ്ങൾക്ക് ശേഷം പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങും എന്നും വിജയ് അറിയിച്ചിരുന്നു. ഇപ്പോഴിതാ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം മറ്റു ചില ലക്ഷ്യങ്ങളോടെയാണെന്ന് പറയുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. തന്റെ സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിനിടെയാണ് വിജയ് രാഷ്ട്രീയ പ്രവേശനം ചെയ്തതിനെക്കുറിച്ച് ഒരു ഓൺലൈൻ ചാനലിലൂടെ സന്തോഷ് പണ്ഡിറ്റ് സംസാരിച്ചത്. മറ്റുള്ളവർ കരുതുന്നത് പോലെ വിജയ് പെട്ടെന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചതായി തോന്നിയിട്ടില്ല എന്നും അദ്ദേഹം വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെയൊരു പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. വിജയ്ക്ക് മുൻപേ വിശാൽ, കമൽഹാസൻ, രജനീകാന്ത് എന്നിവർ സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി തമിഴ്നാട് മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതൊന്നും നടന്നതുമില്ല. വിജയ് പക്ഷേ നേരത്തെ തന്നെ എല്ലാം പഠിച്ചതിനു ശേഷമാണ് ഈ ഒരു ആശയത്തിലേക്ക് എത്തിയതെന്നും പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ കമൽഹാസന് പോലും സാധിക്കാത്ത കാര്യം വിജയ്ക്ക് സാധിക്കുമോ എന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് ചുവട് വച്ചതെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ അഭിപ്രായം. വിജയ് 2009 വിജയ് മക്കൾ ഇയക്കം എന്ന പേരിൽ ഒരു ഫാൻസ് ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു. എന്നിട്ട് 2021 ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഈ ഫാൻസ് ക്ലബ്ബിലെ ആളുകൾ മത്സരിപ്പിച്ചു. ഏകദേശം 115ഓളം സീറ്റിൽ ഇവർ വിജയിക്കുകയും ചെയ്തു. വിജയുടെ പാർട്ടിയുടെ പേരിൽ വിജയിച്ചവരല്ല ഇതൊന്നുമെന്നും, എന്നാൽ ഫാൻസ് എന്ന ശക്തമായ ഒരു ആയുധം ഉപയോഗിച്ച് ഒരു പാർട്ടിയുടെ പിൻബലവുമില്ലാതെ ജയിച്ചു വന്നവരാണെന്നും അത്തരത്തിൽ നിരവധി പഞ്ചായത്ത് മെമ്പർമാരെ വിജയ്ക്കുണ്ടാക്കാൻ സാധിച്ചുവെന്നും ഇത് വിജയ് പാർട്ടി രൂപീകരണത്തിന് മുൻപേ ഉണ്ടായ കാര്യമാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു. വിജയ് ഒരു ടെസ്റ്റ് ഡോസ് പോലെയാണ് ഇതിനെയൊക്കെ കാണുന്നത്. തനിക്ക് തമിഴ്നാട്ടിൽ ശക്തി ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഇതെന്നും ഒടുവിൽ 2024 അദ്ദേഹത്തിന്റെ പാർട്ടി അനൗൺസ് ചെയ്തു. പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം നിന്നില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് നിയമസഭാ ഇലക്ഷനാണ് ലക്ഷ്യമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അടുത്ത ഇലക്ഷൻ ആകുമ്പോഴേക്കും വിജയ് മത്സരിക്കാൻ പാകത്തിലുള്ള വലിയ ശക്തിയായി മാറുമെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. വിജയ് മക്കൾ ഇയക്കം AIADMK എന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു പ്രവർത്തിച്ചത്. ഇനി DMK എന്ന പാർട്ടിക്കെതിരെ ശക്തമായി പ്രവർത്തിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടിയാകാൻ സാധ്യതയുണ്ട് തമിഴക വെട്രി കഴകമെന്ന പാർട്ടിക്കെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പല ആളുകളുടെയും തെറ്റായ പ്രോത്സാഹനത്തിലൂടെയാണെന്ന് പല താരങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടെന്ന് വിജയ് പറയാതെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. രാഷ്ട്രീയ പ്രവേശനവും കുടുംബത്തിലെ വിള്ളലുകളും ഒപ്പം നടി തൃഷയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വിവാദങ്ങളും ഒക്കെ വിജയ് എന്ന പേരിനൊപ്പം ഇപ്പോൾ ചർച്ചയായി മാറുന്നുണ്ട്. അതേസമയം കൃഷ്ണനും രാധയും എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് സുപരിചിതരായ കലാകാരനാണ് സന്തോഷ് പണ്ഡിറ്റ്. അഭിനേതാവും സംവിധായകനും നിർമ്മാതാവും എഴുത്തുകാരനും സംഗീത സംവിധായകനും അങ്ങനെ ഒരു സിനിമയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നയാളാണ് സന്തോഷ് പണ്ഡിറ്റ്. ഇതിനിടയിൽ സൂര്യ TVയിലെ മലയാളി ഹൗസ് എന്ന പരിപാടിയിലും സന്തോഷ് പണ്ഡിറ്റ് പങ്കെടുത്തിരുന്നു. പുതിയ സിനിമയുടെ പണിപ്പുരയിലാണിപ്പോൾ താരം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.